തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർമാരുടെ യോഗം വിളിച്ച് ഗവർണർ 100 കൗൺസിലർമാരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് ഒരു ഗവർണർ ഇത്തരത്തിൽ യോഗം വിളിക്കുന്നത്. യോഗത്തിൽ UDF LDF കൗൺസിലർമാർ പങ്കെടുക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ശരിയാണ്, അസാധാരണമാണ്, അസ്വാഭാവികമാണ്. ഇപ്പോൾ ഗവർണർ ഒരു നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളൊക്കെ നടത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണ് ഈ യോഗം വിളിച്ചത്? മറ്റു വിവരങ്ങൾ? BJP തിരുവനന്തപുരം നഗരസഭ ഭരണം നേടിയ ശേഷമാണ് ആദ്യമായി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഒരു യോഗം വിളിക്കുന്നത്. അത് മുൻകാലത്തൊന്നും ഇങ്ങനെ ഒരു യോഗം ഗവർണർമാർ വിളിച്ചിട്ടില്ല. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 3:30-ക്കാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. 100 കൗൺസിലർമാരെയും ഈ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകം തന്നെ കൗൺസിലർമാർക്ക് കത്തും നൽകിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലോക്ഭവനിൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ നഗരസഭാ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഗവർണർക്ക് പങ്കുവയ്ക്കേണ്ട ആശയങ്ങൾ ഈ കൗൺസിലർമാരുമായി പങ്കുവയ്ക്കുക, അതിൽ രാഷ്ട്രീയ ഭേദം ഇല്ലാതെ പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഇതിനൊപ്പം തന്നെ ഒരു ചായ സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ പ്രതിനിധികളോടും അതുപോലെ തന്നെ LDF-ന്റെ UDF-ന്റെ നേതൃത്വത്തോടും നമ്മൾ ഇക്കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. അവർ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ UDF നേതൃത്വം വ്യക്തമാക്കുന്നത് ഇത് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും, പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു ചർച്ചകൾക്ക് ഇത്തരം ഒരു യോഗത്തിൽ പ്രസക്തിയില്ല എന്ന അഭിപ്രായമാണ്. എന്തായാലും 100 പേരും ഇതിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷത്തു നിന്നും ഗവർണറുടെ ഈ ക്ഷണം സ്വീകരിച്ച് തന്നെ നാളെ ഉച്ചയ്ക്ക് 3:30 മുതൽ 2 മണിക്കൂർ നേരം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ കൗൺസിലർമാരെ യോഗത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ഗവർണർ.